ഇന്ത്യയിലെ ദേശീയ അടിയന്തരാവസ്ഥകൾ 1962 ആണ് പ്രഖ്യാപിച്ചത്. 1962 ഒക്ടോബർ 26-നാണ് ഇന്ത്യയിലെ ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇനി ഈ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് എന്നാണ് 1968 ജനുവരി 10-നാണ് പിൻവലിച്ചത്. എന്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി 1971 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഡിസംബർ 3-നാണ്. 1971 ഡിസംബർ 3-ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. എന്തിന്റെ പശ്ചാത്തലമാണ്? ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി വി ഗിരിയുമാണ്. ഇനി 1975 ജൂൺ 26-നാണ് അടുത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1975 ജൂൺ 26-നാണ്. അത് പിൻവലിച്ചത് 1977 മാർച്ച് 21-നാണ്. അത് എന്തിന്റെ പശ്ചാത്തലം വെച്ചാൽ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രഖ്യാപിക്കേണ്ട അടിയന്തരാവസ്ഥയാണ് 1975 അടിയന്തരാവസ്ഥ. അപ്പൊ ആഭ്യന്തര കലാപത്തെ തുടർന്ന് പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ ഏതാണ്? 1975 ജൂൺ 26-ലെ അടിയന്തരാവസ്ഥയാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദുമാണ്. അപ്പൊ ഒന്നുകൂടെ നോക്കാം. അടിയന്തരാവസ്ഥ, ഇന്ത്യ ദേശീയ അടിയന്തരാവസ്ഥ ഏതൊക്കെയാണ്? 1962 ആദ്യത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് 1962 ഒക്ടോബർ 26-നാണ്. ഇനി ആ ഒരു അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1968 ജനുവരി 10-നാണ്. അത് എന്തിന്റെ പശ്ചാത്തലത്തിലാണ്? ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ആ സമയത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇനി 1971 ഡിസംബർ 3-നാണ് അടുത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ്. ഇനി ആ സമയത്ത് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയും രാഷ്ട്രപതി വി ഗിരിയുമായിരുന്നു. ഇനി 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം അത് എന്തിന്റെ 1975 ജൂൺ 26-നാണ് അടുത്ത അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 1977 മാർച്ച് 21-ന് അത് അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ പിൻവലിക്കുന്നു. എന്തിന്റെ പശ്ചാത്തലത്തിലാണ് 1975 അടിയന്തരാവസ്ഥ ചോദിച്ചാൽ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്.